വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. മക്കളെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ മാതൃകാ ചോദ്യ പേപ്പറിൽ നിന്നും ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. മക്കൾ ശ്രദ്ധിച്ചേ പറ്റൂ, നല്ല ടഫാണ്. SCRTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫാണ്. ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഒന്നിലധികം സെറ്റ് അവര് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാ സെറ്റിലും ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ആ മോഡലിലായിരിക്കും ഈ ക്രിസ്മസ് എക്സാമിനും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ടഫാണ്, നല്ല ടഫാണ്. കാരണം നിങ്ങൾ നേരിട്ട് കാണുന്ന പോലെ അല്ല ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സോ ആദ്യത്തെ ചോദ്യം, A gas having a volume of 44 liter at 1 atm pressure will compress into 11 liter at 4 atm pressure. അതായത് ഒരു ഗ്യാസ് ഉണ്ട്, അതിന്റെ വോളിയം 44 ലിറ്റർ ആണ്. അതിന്റെ എത്ര പ്രഷറാ? 1 atm പ്രഷർ. 1 atm. അതിന്റെ വോളിയം ആക്കി മാറ്റി 11 ലിറ്റർ ആക്കി മാറ്റി, പ്രഷർ കൂട്ടി 4 atm ആക്കി മാറ്റി. ഇവിടെ വേണേ നമുക്ക് ഒന്ന് എഴുതാം. 44 ലിറ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ വോളിയം ആണ് V1. 1 atm എന്ന് പറയുന്ന ആദ്യത്തെ പ്രഷർ ആണ് P1. 11 ലിറ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ വോളിയം ആണ് V2. 4 atm എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രഷർ ആണ് P2. ഓക്കെ അല്ലേ? യെസ്, സിമ്പിൾ ആയിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു ATM പ്രഷറിൽ 44 ലിറ്റർ ഉണ്ടായിരുന്നു. അതിന്റെ പ്രഷർ 4 ATM ആക്കി മാറ്റുമ്പോൾ വോളിയം 11 ലിറ്റർ ആയി മാറി. ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ. അതെ, അതൊരു അസേർഷൻ റീസൺ ആണ് മക്കളെ. CBSE പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വർഷം കൂടുതലായിട്ടും ഓണം എക്സാമിനൊക്കെ വന്നത്. സോ ഇതിന് റീസൺ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ബോയിൽസ് ലോ അനുസരിച്ച് P1 V1 എന്ന് പറയുന്നത് P2 V2 ആണ്. ഇതാണ് ഇതിന്റെ റീസൺ, കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? നമുക്ക് P1 V1 P2 V2 ആണോ നോക്കാം. P1 എന്ന് പറയുന്നത് 1 ആണ്, V1 എന്ന് പറയുന്നത് 44 ആണ്, which is equal to V2 എന്ന് പറയുന്നത് 11 ആണ്, P2 എന്ന് പറയുന്നത് 4 ആണ്. എന്ന് വെച്ചാൽ 44. P1 V1 എന്ന് പറയുന്നതാണ്, P2 V2 രണ്ടും 44 ആണ്. അപ്പൊ കറക്റ്റ് ആണ്. അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ എന്നുള്ള അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ബോയിൽസ് ലോ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ബോയിൽസ് ലോ അനുസരിച്ച് പ്രഷർ കൂടിയാൽ വോളിയം എന്ത് സംഭവിക്കും? വോളിയം ഡിക്രീസ് ചെയ്യും. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. ആദ്യം നമുക്ക് കുറച്ച് സെറ്റ് ചോദ്യങ്ങൾ കാണാം. കാർബൺ ഡയോക്സൈഡ് SO2 are kept at STP. STP യിൽ കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും കീപ്പ് ചെയ്തിട്ടുണ്ട്. Their volume is 112 ലിറ്റർ. 112 ലിറ്റർ വ്യാപ്തമുണ്ട്. ഓക്കേ, യെസ്. ചോദ്യം എന്താണ്? What is the volume of 1 mole of gas at STP? ഇവരുടെ 1 മോൾ കാർബൺ ഡയോക്സൈഡ് ആയാലും സൾഫർ ഡയോക്സൈഡ് ആയാലും ഒരു മോളിന്റെ വോളിയം എത്ര എന്നുള്ളതാണ് അവരെ ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും നിങ്ങൾ ഏത് ഗ്യാസ് എടുത്താലും റെസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ദി ഗ്യാസ് അതിന്റെ വോളിയം എന്തായിരിക്കും? അത് H2 ആട്ടെ, O2 ആട്ടെ, N2 ആട്ടെ, CO2 ആട്ടെ, SO2 ആട്ടെ, ഏത് ഗ്യാസ് എടുത്താലും അതിന്റെ വോളിയം 22.4. That volume is known as molar volume. Yes, അപ്പോൾ ഒരു മോളിന്റെ വോളിയം മറ്റേ STP യിൽ എന്തായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ്? 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ വോളിയത്തിൽ നിന്ന് എന്തിലേക്ക് എത്തണം? മാസിലേക്ക് എത്തണം. മാസിലേക്ക് എത്തണമെങ്കിൽ മോള് വേണം. മോളില്ലാതെ എന്തിലേക്ക് എത്താൻ പറ്റില്ല, മാസിലേക്ക് എത്താൻ പറ്റത്തില്ല. മക്കളെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിലും വോളിയം തന്നിട്ട് മാസ് ചോദിച്ചാലും നമ്പർ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ആദ്യം നിങ്ങൾ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. മോളുകളുടെ എണ്ണം, വോളിയം എന്നാൽ മോളുകളുടെ എണ്ണം കാണാൻ ഇക്വേഷൻ ആണ്. വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. അപ്പൊ ഗിവൺ വോളിയം, തന്നിരിക്കുന്ന വോളിയത്തെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് എത്രയാ തന്നിരിക്കുന്നത്? 112 ലിറ്റർ. 112 ലിറ്റർ ആണ്. അത് മില്ലി ലിറ്റർ ആണ് കൺവേർട്ട് ഒക്കെ ചെയ്യണം. ഇവിടെ ലിറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. 5 മോളാണ് കിട്ടിയാൽ 5 മോളാണ്. അപ്പൊ മോളുകളുടെ എണ്ണം 5 എന്ന് കിട്ടി. മോള് കിട്ടിയാൽ ഇനി എങ്ങനെ മാസ് കണ്ടുപിടിക്കാം? മോള് കിട്ടിയാൽ എങ്ങനെ മാസ് കണ്ടുപിടിക്കാം? മോളിനെ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാസ് കിട്ടും. യെസ്, അപ്പൊ മോൾ എന്ന് പറയുന്നത് 5 ആണ്. മക്കളെ, മോളാർ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടുപിടിക്കേണ്ടത്. കാർബൺ ഡയോക്സൈഡിന്റെ മോളാർ മാസ്, അതായത് ഒരു മോളിന്റെ മാസ് എന്ന് പറയുന്നത് 44 ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മോളിനെ, നമ്പർ ഓഫ് മോൾസിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അതിന്റെ മോളാർ മാസ് ആയ 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 220, അത്രയും 220 ഗ്രാം ആണ് കിട്ടുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോ 2 ചോദ്യങ്ങൾ ക്ലിയർ ആയി. ആദ്യം വോളിയത്തിൽ നിന്ന് മാസ് മോള് കണ്ടുപിടിച്ചു, മോളിൽ നിന്ന് മാസ് കണ്ടുപിടിച്ചു. How many molecules are present in SO2? അതായത് 112 ലിറ്റർ SO2 എന്ന് പറഞ്ഞാൽ
എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യണം? 112 ലിറ്റർ. 112 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോൾ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര മോൾ ആയിരിക്കും? 112 ഡിവൈഡഡ് ബൈ 22.4 കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അവർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, ഇപ്പൊ SO2 അല്ലേ. നീ ഏത് ഗ്യാസ് എടുത്താലും 112 ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 മോളാണ്. ക്ലിയർ അല്ലേ മക്കളെ? 112 ലിറ്റർ ആണ് രണ്ടുപേരുടെയും വോളിയം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. SO2 വ്യാപ്തവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപ്തവും സെയിം ആണ്, 112 ലിറ്റർ ആണ്. അപ്പം മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആ 112 ലിറ്ററിനെ നിങ്ങൾ 22.4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അത് SO2 ആയിക്കോട്ടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 5 ആണ് കിട്ടുക. ഇനി 5 എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഒരു SO2 ആണ്, ഒരു SO2. അപ്പൊ നിങ്ങൾ 5 into എന്ത് ചെയ്താൽ മതി? ഇത്രയും തന്മാത്രകൾ മോളിക്യൂൾസ് അതിൽ പ്രസന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മള് 2 ക്വസ്റ്റ്യൻ നല്ല ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺസെപ്റ്റ് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ ഒക്കെ ചോദിക്കട്ടെ. ഏതൊക്കെ ചാപ്റ്റർ ആണ് മക്കൾക്ക് ടഫ്, അതിൽ നിന്ന് ഏത് ടൈപ്പ് ഏത് പാറ്റേൺ ചോദ്യം വരുന്നു നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കും. മറുപടി അല്ലേ? യെസ്. അപ്പൊ ഓക്കെ, ബൈ. ബൈ.